വന്ന് കാട് ഏതാണ് നാട് ഏതാണെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ആനയും പന്നിയും കടുവയും പുലിയുമെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യൻ്റെ കൃഷിയും വസ്തുവകകളുമെല്ലാം നശിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വന്യമൃഗത്തിന് മുന്നിൽ അവരുടെ കയ്യിലകപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കേരളത്തിലെ വനത്തിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. ഏറ്റവും ഒടുവിൽ വയനാട്ടിൻ്റെ ഒരു പാവം വീട്ടപ്പം കാപ്പി പറിക്കാൻ പോയപ്പോൾ കടുവയ്ക്ക് ഇരയായ അതീവ ദുഃഖകരമായ കാഴ്ചയും മലയാളികൾ. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. വന്യമൃഗങ്ങളെ എങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാതെ നമുക്ക് തടഞ്ഞു നിർത്താമെന്നുള്ളതിനെ കുറിച്ചുള്ള ഭയങ്കര ചർച്ചകൾ നമ്മുടെ നിയമസഭയിൽ നടക്കുന്നത്. പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. പല അടിയന്തര പ്രമേയങ്ങളും പല ചർച്ചകളുമെല്ലാം മലയാളി ഇതിനോടകം കണ്ടു കഴിഞ്ഞാണ്. പക്ഷേ കാട്ടിൽ നിന്ന് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് മാത്രം ഒരു കുറവുമില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു നാടാകെ ദുഃഖത്തിൽ നിൽക്കുകയാണ്. കേരളം ഞെട്ടലോടെ കണ്ട ഒരു വാർത്തയാണ്. എല്ലാവരും അതിൻ്റെ ദുഃഖത്തിൽ നിൽക്കുമ്പോഴാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ പുള്ളി കോഴിക്കോട് ഒരു ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. പുള്ളി ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ സമയമാണ്. നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വിഹരിക്കുന്നു, ആളിനെ കൊല്ലുന്നു, ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനം ചെയ്ത് പോട്ടെ, ഒരു പാട്ട്, അതും ഒരു ഹിന്ദി പാട്ട്. പ്രേമ കി ഹൈ ആഗ് സജനി ജോ ഇധർ ലഗേ ഓർ ഉധർ സജേ. മനുഷ്യർക്ക് വകതിരിവ് എന്ന് പറയുന്നൊരു സാരമുണ്ട്. വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഈ പരിപാടി കളിക്കത്തില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പാട്ടിൻ്റെ കൂടെ റാമ്പ് വാക്കുകൂടെ അവതാരക ആവശ്യപ്പെട്ടായിരുന്നു അത്രയും. എന്തോ അതിന് തയ്യാറായില്ല. എന്തിനാ കുറച്ച് അതുകൂടെ വേണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സമ്പൂർണ്ണമായാണ്. ഏതായാലും മന്ത്രിയുടെ ഈ പരിപാടി വലിയ വിമർശനമാണ് കേട്ട്. സ്വാഭാവികം. ബോധമുള്ള ആരും ഇതിനെ വിമർശിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഏതായാലും അത് കഴിഞ്ഞ് വയനാടോട് ചെന്നപ്പോൾ മന്ത്രിക്ക് വേഷ കിട്ടുകയും ചെയ്തു. നന്നായെന്നേ നാട്ടുകാർ പറയും. മന്ത്രിയും പുള്ളി ചെയ്തു വയ്ക്കുന്നതെല്ലാം കൊണ്ടൊരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പുറത്തോട്ട് വന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കുന്നുണ്ട്. സംഭവം ഈ നാഷണൽ ഹൈവേയിൽ പണിയിടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പണിയിടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേക്ക് വിട്ടത് MC റോഡ് വഴിയുള്ളൊരു ജാഥയാണ്. മലയോര സമരയാത്ര, അതാണ് യാത്രയുടെ പേര്. സംഗതി നമുക്കറിയാം. ഒന്ന് ഈ വന്യമൃഗശല്യം ഒരു സൈഡിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സഭ സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ചേർത്ത് എങ്ങനെ ഈ സാഹചര്യം അനുകൂലമാക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് VD സതീശനും സംഘവും. അതിൻ്റെ പേരിൽ തുടങ്ങിയ യാത്രയാണ്. യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അധിക കാലമൊന്നും ആയിട്ടില്ല. ഈ നിയമസഭയിൽ ഹരിത MLA മാർ എന്നുള്ളൊരു വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു. M പ്രതാപൻ, ഹൈബി ഈഡൻ, ഷാബി പറമ്പിൽ അവരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഹരിത MLA മാരുടെയൊക്കെ ഒരു രക്ഷകർത്താവായിരുന്നു VD സതീശൻ ഒരു കാലത്ത്. ഹരിത MLA മാരെന്ന് പറയുമ്പോൾ ഈ ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ തുടങ്ങിയ ആളുകളും അവരുടെ നിർദ്ദേശങ്ങളും ഇതൊക്കെ നടപ്പാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന, പ്രകൃതി സംരക്ഷണം ഒക്കെ ആവശ്യപ്പെടുന്ന MLA മായിരുന്നു ഹരിത MLA മാർ. വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയൊരു സംഭവമായിരുന്നു. സതീശൻ ഇപ്പോൾ നടത്തുന്ന യാത്ര അന്നത്തെ ഹരിത MLA മാരുടെ ഒരു നിലപാടുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ യാത്രയും അന്നത്തെ നിലപാടും തമ്മിൽ പൊരുത്തപ്പെടുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇച്ചിരി വിയർക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും യാത്ര തുടങ്ങിയല്ലേ. പിന്നെ പ്രതിപക്ഷ നേതാവ്, ഭാവി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലൊക്കെ നയിക്കുന്ന യാത്ര, ഭാവി മുഖ്യമന്ത്രി പുള്ളി മാത്രം വിചാരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ. എന്തായാലും യാത്ര തുടങ്ങിയ കണ്ണൂരിൽ നിന്ന്. യാത്ര ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാലാണ്. KPC അധ്യക്ഷൻ K സുധാകരനും അവിടെ സംസാരിച്ചു. സംഭവം യാത്രയുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പണി K സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങനെ പണിയാതിരിക്കും? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുള്ളിയെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയതാണ്, എന്തൊക്കെ പണി പണിഞ്ഞതാണ്. ഏതായാലും
പുള്ളി നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് എസ്കേപ്പായ സ്ഥിതിക്ക് ഇത്ര കാലം എനിക്കിട്ട് പണിച്ചവർക്ക് തിരിച്ചൊരു പണിയാണോ പുള്ളി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. ഏതായാലും പുള്ളി ചില കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞു. വന്യമൃഗശല്യമാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആനകൾ കാടിറക്കുന്നത് നിയന്ത്രിക്കണം എന്നൊക്കെയാണ് ഈ മുദ്രാവാക്യങ്ങൾ, ആവശ്യങ്ങൾ, അതൊക്കെയാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന മട്ടിലാണ് കെ സുധാകരൻ പറയുന്നത്. കാരണം പുള്ളി പഴയ വനമന്ത്രിയാണ്. പുള്ളി വനമന്ത്രിയായിരുന്ന കാലത്ത് പഠിച്ച് 18 നോക്കിയതാണ് ആന കാടിറങ്ങുന്നത് തടയാൻ. ഒരു രക്ഷയില്ലായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ആനയ്ക്ക് പോരും. ഇലക്ട്രിക് വേലി വെച്ചാലും കുഴി കുഴിച്ചാലും എന്ത് ചെയ്താലും ഇറങ്ങാനുള്ള ആന ഇറങ്ങും എന്നാണ്. 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയുടെ അകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി 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 മണ്ണ് നേർത്തി ആന അകത്ത് കയറി ആന പോയി. നമ്മളെ പിന്നെ അവിടെ പണി നിർത്തി. ഇവനിടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ്റെ ഈ വർത്തമാനം കേട്ടുപോകും. എനിക്കൊരു സംശയം, പിന്നെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഈ യാത്ര നടത്തുന്നതെന്നാണ്. എന്ത് ചെയ്താലും ഇറങ്ങി വരാനുള്ള ആനയൊക്കെ ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. സുധാകരൻ്റെ കാലത്ത് കടുവ ഇറങ്ങിയിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ലെ കടുവയുടെ കാര്യം കൂടി പുള്ളി പറഞ്ഞു വെച്ചാണ്. അതായത് നിങ്ങൾ ഈ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് വേറെ കാര്യമൊന്നുമില്ല, ഇറങ്ങി വരാനുള്ള ആന ഏതായാലും ഇറങ്ങി വരുമെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുന്നത്. യാത്രയുടെ തുടക്കം ഏതായാലും ഗംഭീരമായി. അവസാനം ഇനി എന്താകുമോ എന്തോ കാണാം, വെയിറ്റ് ചെയ്യാം. ശരി എന്നാൽ.